ഈ ലോകകപ്പ് സമയത്ത് വീണ്ടും വൈറലാവുകയാണ് ലിയോണൽ മെസ്സിയും ലെമിൻ യമാലിന്റെയും ചിത്രങ്ങൾ. കുഞ്ഞ് യമാലിനെ മെസ്സി എടുത്തു നിൽക്കുന്ന ചിത്രമാണ് വീണ്ടും വൈറലാകുന്നത്. ആ ചിത്രം വന്ന വഴി എങ്ങനെയാണെന്ന് കണ്ടുവരാം. ലോകകപ്പ് വേദിയിൽ ലിയോണൽ മെസ്സിയും സ്പെയിനിന്റെ ലെമിൻ യമാലും തങ്ങളുടെ ജൈത്രയാത്ര തുടരുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും വൈറലാവുകയാണ് ഒരു അപൂർവ ചിത്രം. ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞ് യമാലിനെ പ്ലാസ്റ്റിക് ടബിലിരുത്തി കുളിപ്പിക്കുന്ന 20-കാരനായ ലിയോണൽ മെസ്സിയുടെ ചിത്രമാണ് ഫുട്ബോൾ ലോകത്തെ ഇപ്പോൾ വീണ്ടും തരംഗം സൃഷ്ടിക്കുന്നത്. അന്ന് മെസ്സിയുടെ കൈകളിൽ നിന്ന് ആ മാന്ത്രിക സ്പർശം ഏറ്റുവാങ്ങിയ കുഞ്ഞാണ് ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ അത്ഭുതമായി വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. 2007 ഡിസംബറിലാണ് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായ ക്യാമ്പ് നൗവിൽ വെച്ച് ഈ ചരിത്ര നിമിഷം പിറക്കുന്നത്. പ്രശസ്ത മാധ്യമമായ ഡയാറിയ സ്പോർട്സും യൂണിസെഫും ചേർന്ന് നടത്തിയ ഒരു ചാരിറ്റി കലണ്ടർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയായിരുന്നു ചിത്രമെടുത്തത്. ബാഴ്സലോണയിലെ റോക്ക ഫോണ്ടയിലെ പ്രാദേശിക കൂട്ടായ്മയിൽ നിന്ന് ലോട്ടറിയിലൂടെയാണ് അന്ന് ലെമിൻ യമാലിന്റെ കുടുംബത്തിന് ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ യോവൻ മോൺഫോർട്ടാണ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഫ്രെയിം ക്യാമറയിലാക്കിയത്. അന്ന് ഫോട്ടോഷൂട്ടിനായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മെസ്സിക്ക് കടുത്ത നാണമായിരുന്നുവെന്നും ഒരു കുഞ്ഞിനെ എങ്ങനെ എടുക്കണമെന്ന് പോലും മെസ്സിക്ക് അറിയില്ലായിരുന്നുവെന്നും ഫോട്ടോഗ്രാഫർ ഓർത്തെടുത്ത് പറഞ്ഞിരുന്നു. വർഷങ്ങൾക്കിപ്പുറം 2024 ജൂലൈയിൽ യൂറോകപ്പ് സെമിഫൈനലിൽ കിലിയൻ എംബാപ്പിയുടെ ഫ്രാൻസിനെതിരെ യമാൽ വിസ്മയ ഗോൾ നേടിയപ്പോഴാണ് യമാലിന്റെ പിതാവ് മുനീർ നസ്രാവി കാലങ്ങളായി ഒളിപ്പിച്ചു വെച്ച ചിത്രം 2 ഇതിഹാസങ്ങളുടെ തുടക്കമെന്ന അടിക്കുറിപ്പോടെ സാമൂഹിക മാധ്യമങ്ങളിൽ പുറത്തുവിട്ടത്. അന്ന് മെസ്സിയുടെ കൈകളിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ കുഞ്ഞ് ഇന്ന് വിശ്വവേദിയിൽ സ്പെയിനിന്റെ രക്ഷകനായി കളം നിറയുമ്പോൾ അതിനെ ദൈവത്തിന്റെ കൈയൊപ്പെന്നല്ലാതെ എന്ത് വിളിക്കാൻ? വെൽക്കം ഡെസ്ക് ന്യൂസ് മലയാളം.